ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു, അതുപോലെ എന്നെ കേൾക്കാമെന്നും വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ തിരുവചനവുമായിട്ട് നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൂമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 2026 ആദ്യത്തെ ബൈബിൾ ക്ലാസ് ആണിത്. ഈ വർഷം മുഴുവനും കർത്താവ് നമ്മെ നടത്തുമാറാകട്ടെ. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ ദൈവം നമുക്ക് ജ്ഞാനവും കൃപയും തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിന്റെ തുടർച്ചയാണ് നമുക്ക് ഇനിയും ചിന്തിപ്പാനായിട്ടുള്ളത്. സമാഗമന കൂടാരത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയാണ് സമാഗമന കൂടാരത്തെ കുറിച്ച് നാം പഠിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കൾക്ക് നൽകിയതും അവര് ആചരിച്ചു പോന്നതുമായ ഒരു ആരാധന ക്രമം വാഗ്ദത്ത നാട്ടിലെത്തി ശലോമോന്റെ കാലത്തിന് ശേഷം പിന്നെ സമാഗമന കൂടാരത്തിന്റെ പ്രത്യേകതകളൊന്നും തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നതുമില്ല. അങ്ങനെയെങ്കിൽ ആ സമാഗമന കൂടാരത്തെ കുറിച്ച് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായ, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിന് പകരം ദൈവാലയം, സ്ഥിരമായ ദൈവാലയം പണിത സ്ഥിതിക്ക് പിന്നെന്തിനാണ് ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കേണ്ടത് എന്ന് ഒരുപക്ഷെ മനസ്സിൽ ചോദ്യം വരാം. അതിനുത്തരം പുതിയ നിയമ ആരാധനയെ കുറിച്ച് മനസ്സിലാക്കുവാൻ നാം ആരെയാണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് സമാഗമന കൂടാരം പണിയുവാൻ ഇസ്രായേൽ മക്കൾക്ക് സീനായി മലയിൽ വെച്ച് യഹോവയായ ദൈവം കൊടുത്തത്. മാത്രമല്ല, വരുവാനിരിക്കുന്നതായ മെസ്സിഹ, ആ മെസ്സിഹായുടെ ശുശ്രൂഷ നിർവഹണം, ശുശ്രൂഷ പൂർത്തീകരണം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുവാനും കൂടിയാണ് ഈ സമാഗമന കൂടാരം. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പൂർത്തീകരിച്ചതായ ആ പ്രോഗ്രാം ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആ പ്രോഗ്രാമിന്റെ വിജയകരമായ പൂർത്തീകരണം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. സമാഗമന കൂടാരം, ദി ടാബർനാക്കിൾ ഈസ് ആസ് ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ പൊതുവായിട്ട് ചിന്തിപ്പാനായിട്ടിടയായി. സമാഗമന കൂടാരത്തെ കവർ ചെയ്തുകൊണ്ടുള്ളതായ ആ മൂടുശീലകളുടെ പ്രത്യേകത ഉൾപ്പെടെ ആ സമാഗമന കൂടാരത്തിനകത്തുള്ളതായ ഉപകരണങ്ങളിൽ 5 ഉപകരണങ്ങളിൽ 4 കുറിച്ച് നാം വിശദമായി പഠിക്കുവാനിടയായി. ഈ 4 കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ദൈവവചനം, ഇവയുടെ ഒക്കെ റെപ്രസെന്റേഷൻ ആണെന്നും അതിന്റെ പ്രാധാന്യം പുതിയ നിയമ ആരാധനയിലും പുതിയ നിയമസഭയിലും അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. ഇനി നമുക്ക് പഠിക്കുവാൻ പോകുന്നത് സമാഗമന കൂടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഉപകരണമാണ്. സമാഗമന കൂടാരത്തോടുള്ളതായ ബന്ധത്തിൽ 7 ഉപകരണങ്ങളാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അതിൽ അതിപരിശുദ്ധ സ്ഥലത്തുള്ളതായ ദൈവത്തിന്റെ നിയമപ്പെട്ടകവും പെട്ടകത്തെ മൂടിക്കൊണ്ടുള്ളതായ ആ മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനത്തെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. ആ അതിപരിശുദ്ധ സ്ഥലത്തു നിന്ന് നാം വെളിയിലേക്ക് വരുമ്പോൾ തിരശീലയോട് ചേർന്ന് ആ വിശുദ്ധ സ്ഥലത്ത് മധ്യഭാഗത്തായിട്ടായിരിക്കുന്ന
സ്വർണ്ണധൂപപീഠത്തെ കുറിച്ച് നാം ഇതുവരെ ചിന്തിച്ചില്ല. സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ, അതല്ലെങ്കിൽ ആ വിശുദ്ധ കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ വാതിൽക്കൽ കടന്ന് നാം അകത്തേക്ക് കയറുമ്പോൾ വലതുവശത്തിരിക്കുന്നതായ കാഴ്ചയപ്പത്തിന്റെ മേശയും ഇടതുവശത്തിരിക്കുന്നതായ നിലവിളക്കിനെയും കുറിച്ച് നാം ആഴമായി ചിന്തിപ്പാനായിട്ടിടയായി. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് ഈ സമാഗമന കൂടാരത്തിന്റെ നീളമുള്ളതായ രണ്ടു വശങ്ങളെയും പടിഞ്ഞാറ് വശവും മറയ്ക്കുന്നതായ ആ പലകകളെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ആ പലകകൾ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരായ ദൈവമക്കളാണ് ആ പലകകളെന്ന് നാം പഠിക്കുവാനിടയായി. ആ പലകകൾ എങ്ങനെയായിരിക്കണമെന്നും അതിന്റെ അളവെന്തായിരിക്കണമെന്നും അതിന്റെ നിർമ്മിതി കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ നാം വിശദമായി പഠിച്ചു. പലകകൾ ഒരേ അളവിലുള്ളതായിരിക്കണം, നീളവും വീതിയും എല്ലാ പലകകൾക്കും തുല്യമായിരിക്കണം. 48 പലകകൾ എന്ന് പറയുന്നത് 12x4 ആണ്. ആ 12x4 എന്ന് പറയുമ്പോൾ അത് ലോകം മുഴുക്കെയുള്ളതായ വിശ്വാസികളെ റെപ്രസെന്റ് ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പലകകൾ ഒന്നിനോടൊന്ന് ചേർന്നിരുന്നാൽ മാത്രമേ എന്തു ചെയ്യുകയുള്ളൂ? ആലയം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ആലയത്തിനകത്തുള്ളതായ ഉപകരണങ്ങൾ മാലിന്യപ്പെടാതെ ആരാധനയും ദൈവത്തിന്റെ തേജസ്സും ആലയത്തിൽ വസിപ്പാൻ ഇടയാകുകയുള്ളൂ എന്നും നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. പലകകൾക്കിടയ്ക്ക് വിടവ് വരാൻ പാടില്ല. പലകകൾ ഒന്നോടൊന്ന് ചേർന്നിരിക്കത്തക്ക വിധത്തിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. അത് ഭൂമിയുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് വെള്ളി പലകയുടെ പുറത്താണെന്ന് നാം ചിന്തിച്ചു. വെള്ളി വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ വീണ്ടെടുപ്പിൽ ദൈവം ഒരുക്കിയതായ വീണ്ടെടുപ്പിൽ നിൽക്കുന്ന ദൈവജനത്തെ കൊണ്ടാണ് സഭ പണിയുന്നത് എന്നുള്ളതായ ആ തത്വമാണ് സമാഗമന കൂടാരം നമ്മെ വിളിച്ചറിയിക്കുന്നത് എന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായി ചിന്തിപ്പാനായിട്ടിടയായി. ഇനി നമ്മള് ആ വിശുദ്ധ നിവാസത്തിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോ, വെളിയിൽ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ വെളിയിൽ 2 ഉപകരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, പ്രാകാരത്തിന്റെ വാതിലാണ്. നമ്മൾ നേരത്തെ ഈ ഡയഗ്രം നമ്മൾ ചിന്തിച്ചതാണ്. പ്രാകാരം എന്ന് പറയുന്നത് ഈ കെട്ടി അടച്ചിരിക്കുന്നതായ ഈ വലിയ ഏരിയയാണ് ആ സമാഗമന കൂടാരം, പ്രാകാരം ഉൾപ്പെടെയുള്ള സ്ഥലം എന്ന് പറയുന്നത്. ആ പ്രാകാരം എന്ന് പറയുന്നത് അതിനകത്തേക്ക് കടക്കുവാൻ ഇതാ ഈ കാണുന്നതായ പ്രാകാരവാതിലുണ്ട്. ഇതാണ് പ്രാകാരവാതിൽ എന്ന് പറയുന്നത്. പ്രാകാരവാതിലിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആ തിരുനിവാസത്തിന്റെ മുൻഭാഗം മുതൽ ഈ വാതിൽ വരെ, പ്രാകാരത്തിന്റെ വാതിൽ വരെ വിശാലമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം വശത്തു നിന്ന് മറവുണ്ടെങ്കിലും മുകളിൽ നിന്ന് അത് മറച്ചിട്ടില്ല. ആ ഗേറ്റ് കടന്നാൽ ആ ഗേറ്റിനോട് ചേർന്ന് ഇതാ ഈ ഇരിക്കുന്ന ഒരു സ്ക്വയർ രൂപത്തിലുള്ളതായ ബോക്സ് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പെട്ടി രൂപത്തിലാണ് ആ ബോക്സ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ കഴ്സർ ചലിക്കുന്ന കണ്ടു കാണുമല്ലോ. ഇതിന്റെ പേരാണ് യാഗപീഠം എന്ന് പറയുന്നത്. യാഗപീഠം. ഈ ഗേറ്റിൽ നിന്ന് ഒരുവൻ അകത്തേക്ക് കടന്നാൽ ആദ്യം ചെന്ന് നിൽക്കുന്നത് ഈ യാഗപീഠത്തിന്റെ മുമ്പിലാണ്. യാഗപീഠത്തിനും ഈ വിശുദ്ധ കൂടാരത്തിനും തിരുനിവാസത്തിനും ഇടയ്ക്ക് ഒരു താമ്ര തൊട്ടി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് താമ്ര തൊട്ടിയാണ്. അപ്പോ കൂടാരത്തിന് വെളിയിൽ പ്രാകാരത്തിൽ 2 ഉപകരണങ്ങളുണ്ട്. ഈ 2 ഉപകരണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ യാഗപീഠത്തെ കുറിച്ച്. യാഗപീഠം വളരെ വളരെ പ്രധാനപ്പെട്ടതായ ഉപകരണമാണ്. അത് എന്തുകൊണ്ട്
അത്ര വലിയ പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ആൾട്ടർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് ഈ യാഗപീഠം. ആ യാഗപീഠത്തിന്റെ നിർമ്മിതിയും യാഗപീഠം ഉപയോഗിക്കേണ്ടതായ വിധവും യാഗപീഠം സ്ഥിതി ചെയ്യുന്നതായ സ്ഥലവും യാഗപീഠത്തിൽ എരിയുന്നതായ യാഗവസ്തുവും ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശദമായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അപ്പൊ യാഗപീഠത്തെ കുറിച്ച് നാം ആഴമായി പഠിച്ചില്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം മൂലം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടെ താൻ നിർവഹിച്ചതായ ആ മിനിസ്ട്രിയുടെ കംപ്ലീഷൻ നമുക്ക് മനസ്സിലാക്കുവാൻ, അതിന്റെ ആഴങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ വരും. അതുകൊണ്ട് യാഗപീഠത്തെ കുറിച്ചുള്ളതായ പഠനം വളരെ പ്രധാനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഫിഗർ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അകം പൊള്ളയായിരിക്കുന്ന ഒരു പെട്ടി, മൂടിയില്ലാത്ത അകം പൊള്ളയായിരിക്കുന്ന ഒരു പെട്ടി. ആ പെട്ടി സ്ഥിതി ചെയ്യുന്നത് പ്രാകാരവാതിലിനും വിശുദ്ധ കൂടാരത്തിനും ഇടയ്ക്കുള്ളതായ മുറ്റത്താണ്. അത് ആ വാതിലിനോട് ചേർന്ന് നിൽക്കുന്നത്. ഒരുവൻ യാഗവസ്തുവിനെയും കൊണ്ട് ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നാൽ അവിടെ പ്രാകാരത്തിൽ പുരോഹിതന്മാർ നിൽപ്പുണ്ട്. ഇതാ ഒരു പുരോഹിതന്റെ ഫിഗർ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇവിടെ മറ്റൊരു പുരോഹിതനുണ്ട്, ഇവിടെ വേറൊരു പുരോഹിതനുണ്ട്. ഈ പുരോഹിതന്മാർ കൊണ്ടുവരുന്നതായ യാഗവസ്തുവിനെ, അവിടെ ഉള്ളതായ ആ യാഗവസ്തുവിനെ അറുക്കേണ്ടതായ ഇടത്ത് വെച്ച് അറുക്കുകയും നിയമപ്രകാരം യാഗത്തിനായി ഈ യാഗപീഠത്തിൽ സമർപ്പിക്കുകയും ചെയ്യും. ഈ യാഗപീഠത്തിൽ സമർപ്പിച്ചതിന് ശേഷം അത് ഇസ്രായേൽ മക്കൾ, ലേവിയ ഗോത്രം ഒഴികെയുള്ളതായ എല്ലാവരും ഈ യാഗപീഠത്തിൽ നിന്ന് മടങ്ങി ഈ ഗേറ്റ് വഴി അവർ യാഗം കഴിച്ച് പുറത്തേക്ക് പോകും. ഈ യാഗപീഠം കഴിഞ്ഞ് വിശുദ്ധ കൂടാരത്തിലേക്ക് പോകുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ അത് ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർക്ക് മാത്രമേ ഈ യാഗപീഠം കടന്ന് വിശുദ്ധ കൂടാരത്തിലേക്ക് കടക്കുവാനുള്ളതായ പ്രമാണമുള്ളൂ. എന്തിനു വേണ്ടിയാണ്? അവരാണ് പുരോഹിത കുടുംബം, അവരാണ് പുരോഹിത ഗോത്രം, അവർക്കാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ അധികാരവും അവകാശവും യഹോവയായ ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫർദർ കാര്യങ്ങൾ, യാഗം ഒഴികെയുള്ളതായ ഫർദർ കാര്യങ്ങൾ ചെയ്യേണ്ടതിന്, ആരാധനയുള്ളതായ ബന്ധത്തിൽ ബാക്കിയുള്ളതായ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് അവർ എന്ത് ചെയ്യും? ആലയത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ കൂടാരത്തിലേക്ക് കടക്കുവാനിടയാകും. ബാക്കി 11 ഗോത്രങ്ങൾക്കും ഈ മുറ്റത്ത് മാത്രമേ, പ്രാകാരത്തിൽ മാത്രമേ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് 84-ാം സങ്കീർത്തനം വായിക്കുമ്പോഴേ കോരഹപുത്രന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. പ്രാകാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവർ അനുഭവിക്കുന്നതായ ദൈവിക സമാധാനം, പ്രാകാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവർ അനുഭവിക്കുന്നതായ ദൈവിക സാന്നിധ്യം, അത് കൊതിച്ചുകൊണ്ട് അവർ പാടുകയാണ്. അവർക്ക് വാസ്തവത്തിൽ അകത്തേക്ക് പോകുവാൻ അവർക്ക് പ്രമാണമുണ്ട്, കോരഹപുത്രന്മാർക്ക്. പ്രൈസ് ദി ലോർഡ്. കാരണം അവര് ലേവി ഗോത്രമാണ്. പക്ഷേ ആ കോരഹപുത്രന്മാർ തിരുനിവാസത്തിന്റെ വെളിയിൽ പ്രാകാരത്തിൽ വന്നു നിൽക്കുമ്പോഴേ ആ തിരുനിവാസത്തിന്റെ മനോഹാരിത കണ്ട് അവർ പാടുകയാണ്, യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. കുരുകിലൊരു വീടും വീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. യഹോവേ, അങ്ങയുടെ വിശുദ്ധ നിവാസം തന്നെ എന്ന് പറഞ്ഞ് തിരുനിവാസത്തിന്റെ മനോഹാരിതയെ കുറിച്ച് പാടുന്ന പാട്ട് നമുക്കറിയാം. പോകട്ടെ, അവിടെ നമുക്ക് 1 മിനിറ്റ് നിന്നിട്ട് ഈ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു വരാം.
തിരുനിവാസത്തിലെ മറ്റുള്ള ഉപകരണങ്ങളെ അപേക്ഷിച്ച് ഈ യാഗപീഠം എന്ന് പറയുന്നത് ഏറ്റവും വലുതായ ഒരു ഉപകരണമാണ്. ഏറ്റവും വലുതായ ഉപകരണമാണ്. ബാക്കിയുള്ളതായ ആ നിയമപ്പെട്ടകമായാലും കൃപാസനമായാലും നിലവിളക്കായാലും ആ സ്വർണ്ണ ധൂപപീഠമായാലും അതെല്ലാം ഇതിനകത്ത് കൊള്ളത്തക്ക രീതിയിലുള്ള വലിപ്പമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ഈ യാഗപീഠമാണ്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുനിവാസത്തിലുള്ളതായ സകലതും കർത്താവായ യേശുക്രിസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു കൂടാതെ ആരാധനയുടെ ഒരു ഭാഗവും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ആരാധനയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ യാഗപീഠത്തിന് 2 പേരുകളാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ പേര് താമ്രയാഗപീഠമെന്ന. താമ്രയാഗപീഠം എന്ന് പറയുവാനുള്ള കാരണം പുറകെ ഞാൻ പറയാം. ഒന്നാമത്തെ പേര് താമ്രയാഗപീഠം, അല്ലെങ്കിൽ ഇത് ബ്രേസൺ ആൾട്ടർ. ആൾട്ടർ മെയ്ഡ് വിത്ത് ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ യാഗപീഠം. രണ്ടാമത് ഹോമയാഗപീഠമാണ്. the altar for burnt offering. Praise the Lord. അപ്പോ ഹോമയാഗപീഠം, ഹോമയാഗങ്ങൾ അർപ്പിക്കുന്നത് ഈ യാഗപീഠത്തിലായതുകൊണ്ടാണ് ഇതിനെ ഹോമയാഗപീഠം എന്ന് പറയുന്നത്. തീയിൽ ദഹിപ്പിക്കുന്നതായ യാഗങ്ങളാണ് ഈ യാഗപീഠത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹോമയാഗപീഠം എന്ന് പറയാൻ കാരണം. the altar of burnt offering. ഇനി ലേവ്യ പൗരോഹിത്യത്തിന് അടിസ്ഥാനമായിരിക്കുന്നതായ സകല ബലിപദാർത്ഥങ്ങളും അല്ലെങ്കിൽ യാഗവസ്തുക്കളും ഈ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ഈ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായ ഈ യാഗവസ്തു ഈ യാഗപീഠത്തിലാണ് ദഹിപ്പിക്കേണ്ടത്. ഈ യാഗപീഠത്തിൽ ഇത് ദഹിപ്പിക്കുമ്പോ ആ യാഗപീഠത്തിന്റെ അടിയിൽ എന്തുണ്ട്? യാഗപീഠത്തിന്റെ അളവ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഇതിന് യാഗപീഠത്തിന്റെ സ്ഥാനം എന്താണെന്നുള്ള കാര്യം ആദ്യം നമുക്ക് നോക്കാം. യാഗപീഠം, ഈ താമ്രയാഗപീഠം എന്ന് പറയുന്നത് പ്രാകാരത്തിന് പുറത്തല്ല, പ്രാകാരത്തിന് അകത്താണ്. എന്നാൽ കൂടാരത്തിന് വെളിയിലുമാണ്. ഈ യാഗപീഠം ഫേസ് ചെയ്തിരിക്കുന്നത് കൂടാരത്തെ അഭിമുഖീകരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടാരത്തെ ഫേസ് ചെയ്യുകയാണ്. അപ്പൊ കൂടാരത്തെ ഫേസ് ചെയ്തിരിക്കുന്നതായ ഈ യാഗപീഠം എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇത് നടക്കുന്നതായ കാര്യങ്ങൾ എല്ലാം തന്നെ വിശുദ്ധ നിവാസത്തിലേക്ക് ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ വിശുദ്ധ നിവാസത്തിന്റെ പ്രവേശനത്തിന് പ്രയോജനപ്പെടുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാകാരത്തിന്റെ ഈ അടുത്ത് സ്ഥിതി ചെയ്യുന്നതായ ഈ യാഗപീഠത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യാഗപീഠത്തിന്റെ അടുക്കലേക്ക് വരുന്നവൻ പ്രാകാരത്തിന്റെ വാതിൽ കടന്നു മാത്രമേ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ. പ്രാകാരത്തിന്റെ വാതിൽക്കൽ വരുന്നതായ ഒരു ഇസ്രയേല്യൻ യാഗം കഴിക്കുവാനുള്ളതായ വസ്തുവുമായിട്ട് വേണം ആ പ്രാകാരത്തിന്റെ വാതിൽക്കൽ എത്തുവാൻ. അവന്റെ കയ്യിൽ അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു യാഗവസ്തു ഉണ്ടായിരിക്കണം. ആ യാഗവസ്തുവിനെയും കൊണ്ട് അവൻ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ യാഗത്തെക്കുറിച്ചും യാഗത്തിന്റെ പ്രമാണത്തെക്കുറിച്ചും അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ ഫലത്തെക്കുറിച്ചുമൊക്കെ ജ്ഞാനമുള്ളവനായിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? അപ്പോ ഈ യാഗം കഴിക്കുവാൻ വരുന്നവൻ ദൈവിക പരിജ്ഞാനം പ്രാപിച്ചവനായിരിക്കണം. എന്താണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ആദ്യത്തെ ലക്ഷണം? നമുക്ക് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. The fear of God is the
ബിഗിനിങ് ഓഫ് വിസ്ഡം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ രക്ഷയെ കുറിച്ചുള്ളതായ അറിവ്, ദൈവത്തെ ഭയപ്പെടുന്നതായ ആ ഭക്തി മൂലമുള്ളതായ ഭയം, ആ ഭയത്തോടു കൂടിയാണ് ആ ആലയത്തിലേക്ക് വരുന്നത്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനും രക്ഷയെ കുറിച്ച് അറിവില്ലാത്തവനും ഒന്നും ഈ പ്രാകാരത്തിലേക്ക് വരുവാൻ പറ്റുകയില്ല. യാഗത്തെ കുറിച്ചുള്ളതായ വ്യക്തമായ അവബോധം അവനുണ്ടായിരിക്കണം. അപ്പോ ഈ യാഗപീഠത്തിന്റെ അനുഭവം കൂടാതെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയുകയില്ല. ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ യഹോവയെ ആരാധിക്കുന്നതായ അനുഭവത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ദൈവിക സാന്നിധ്യവും ദൈവത്തിന്റെ തേജസ്സും അനുഭവിച്ചറിയണമെങ്കിൽ, if you feel the presence of God, you have to experience the work on this brazen altar. ഈ താമ്രയാഗപീഠത്തിന്റെ അനുഭവം ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ കാര്യം. അപ്പോ ഈ ഓട്ടന്റെ അടുത്തേക്ക് വരുമ്പോ യാഗപീഠത്തിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കി. ഇനി നോക്കിയേ, ഈ യാഗപീഠം ഇരിക്കുന്നത് ഒരു ചരിവുള്ളതായ പ്രദേശത്തിന് മുകളിലാണ്, തറയിലല്ല ഇത് വെച്ചേക്കുന്നത്. ഈ ചരിവുള്ളതായ ഈ സ്ഥലത്തിന് മുകളിലാണ്. അപ്പം യാഗം കഴിക്കുന്നതായ പുരോഹിതൻ ഇവിടെ നിന്ന് ഈ ചരിവുള്ള പ്രദേശത്തു കൂടെ സാവധാനത്തിൽ നടന്ന് കയറി അതിന്റെ മുകൾ ഭാഗത്ത് വന്ന് നിന്നിട്ടാണ് ഇതിനകത്ത് യാഗത്തിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഇതിനകത്തേക്ക് വരുമ്പോ എന്തുകൊണ്ടാണ് ഇവിടെ ഒരിക്കലും പടികൾ, സ്റ്റെപ്പുകൾ ഉണ്ടാക്കാൻ പാടില്ല. ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. ഇവിടെ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് സ്റ്റെപ്പിൽ കൂടി കയറുവാൻ പാടില്ല. സ്റ്റെപ്പിൽ കൂടി കയറുന്ന പുരോഹിതൻ നീണ്ട ഗൗണാണ് ധരിച്ചിരിക്കുന്നത്, അവന് അണ്ടർ ഗാർമെന്റ്സ് എല്ലാം ധരിച്ചിട്ടുണ്ട്. എങ്കിലും യാഗപീഠത്തിന്റെ അടുക്കലേക്ക് സ്റ്റെപ്പ് കാലെടുത്ത് വെക്കുമ്പോ അവന്റെ നഗ്നത കാണാതിരിക്കേണ്ടതിന് അവൻ വളരെ സാവധാനത്തിലാണ് കയറി എന്ത് ചെയ്യേണ്ടത്, യാഗപീഠത്തിന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്. വളരെ ഭയം തോന്നുന്നതായ അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോ ഇനി നമുക്ക് ഈ യാഗപീഠം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഹൗ ടു കൺസ്ട്രക്ട് ദിസ് ഓൾട്ടർ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇതാണ് യാഗപീഠം മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആകൃതിയും അതിന്റെ സൈസും ഇതാണ്. ഈ യാഗപീഠം ഉണ്ടാക്കുന്നത് വുഡ് ഓഫ് അക്കേഷ്യ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കതിരമരം കൊണ്ടാണ് ഈ യാഗപീഠം ഉണ്ടാക്കുന്നത്. കതിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കിയിട്ട് ഈ യാഗപീഠത്തെ താമ്രം കൊണ്ടങ്ങ് പൊതിയും. ബ്രാസ് കൊണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫുള്ളി കവേർഡ് വിത്ത് ബ്രാസ്. അപ്പോ കതിരമരം കൊണ്ട് മാത്രം ഉണ്ടാക്കിയതായ പെട്ടിയാണ്. അതിനകത്ത് തീ വരുമ്പോ എന്ത് സംഭവിക്കും? കതിരമരം കൊണ്ട് മാത്രമാണെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പൊ എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ മണിക്കൂർ വെച്ച് യാഗപീഠം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. യാഗപീഠം ഒന്നേ പാടുള്ളൂ, യാഗപീഠം രണ്ട് പാടില്ല. ഒരേ ഒരു യാഗപീഠം. ആ യാഗപീഠത്തിന്റെ പ്രത്യേകത, അത് കതിരമരം കൊണ്ടുണ്ടാക്കിയിട്ട് ആ കതിരമരത്തെ താമ്രം കൊണ്ട് പൊതിയുകയാണ്. എന്താണ് താമ്രം എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രോൺസ് എന്ന് പറയുന്നത് ഒരു മിക്സ് മെറ്റലാണ്. മിക്സ് മെറ്റൽ എന്ന് പറയുമ്പോ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ടു മെറ്റൽസ്, ബ്രാസ് ആൻഡ് ടിൻ. ടിന്നും ചെമ്പും കൂടെ ചേർന്നിട്ടുള്ളതായ ഒരു മെറ്റൽ കോമ്പിനേഷൻ ആണ് ഈ ബ്രാസ് എന്ന് പറയുന്നത്. ചെമ്പും ഈ ഈയം അല്ലെങ്കിൽ ടിൻ എന്ന് പറയുന്ന ആ ലോഹവും കൂടെ ചേർത്ത് ഉന്നത ടെമ്പറേച്ചറിൽ, വളരെ ഹൈ ടെമ്പറേച്ചറിൽ
ഫർണസിലേക്ക് കയറ്റിവിടും. എന്നിട്ട് രണ്ടും ഒരുപോലെ ഉരുകും. രണ്ടും ഒരുപോലെ ഉരുകിയിട്ട് ഇത് ഒന്നായി ചേരും. താമ്രവും ടിന്നും. ശ്രദ്ധിക്കണം, ഈ യാഗപീഠം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ലോക സങ്കരം കൊണ്ടാണ്, അല്ലെങ്കിൽ മിക്സഡ് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 metals. One is brass and other is tin. ഒന്ന് ചെമ്പും മറ്റത് ടിന്നുമാണ്. ഇത് രണ്ടും കൂടെ ഉന്നത ഊഷ്മാവിൽ, ഹൈ ടെമ്പറേച്ചർ, ഒരു ഫർണസിലേക്ക് കയറ്റിവിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുറത്തു വരുന്നതായ ഏക സങ്കരമാണ്, അല്ലെങ്കിൽ സങ്കര മിക്സഡ് മെറ്റലാണ് ഈ താമ്രം എന്ന് പറയുന്നത്. താമ്രത്തിന്റെ പ്രത്യേകത, ഇതെത്ര ഊഷ്മാവ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി ചൂടാക്കിയാലും അത് മെൽറ്റ് ചെയ്യുകയില്ല. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. അപ്പോ ഈ യാഗപീഠത്തിൽ എരിയുന്ന തീ എത്ര ഉന്നതമായ, എത്ര ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ഈ യാഗപീഠത്തിന് യാതൊരു കുഴപ്പവും വരത്തില്ല. ഒന്നാമത് ഇതുണ്ടാക്കിയിരിക്കുന്നത് കതിരമരം കൊണ്ടാണ്. കതിരമരത്തെ കുറിച്ച് നമ്മൾ നേരത്തെയും പഠിച്ചു. കതിരമരം കൊണ്ടാണ് ആലയത്തിന്റെ പലകകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കതിരമരം കൊണ്ടാണ് ഷൂബ്രെഡ് ടേബിൾ കാഴ്ചയപ്പത്തിന്റെ മേശ ഉണ്ടാക്കിയിരിക്കുന്നത്. കതിരമരം കൊണ്ടാണ് ദൈവത്തിന്റെ നിയമപെട്ടകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ആലയത്തിനകത്തുള്ളതായ എല്ലാ കതിരമരത്തിന്റെ ഉപകരണങ്ങളും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുമ്പോ, ഇവിടെ ഇതാ സമാഗമന കൂടാരത്തിന് പുറത്ത് വെച്ചിരിക്കുന്ന യാഗപീഠം കതിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും അതിനെ പൊതിഞ്ഞിരിക്കുന്നത് സ്വർണം കൊണ്ടല്ല, അതിനെ പൊതിഞ്ഞിരിക്കുന്നത് താമ്രം കൊണ്ടാണ്. താമ്രവും കതിരമരവും എന്തിനെയാണ് കാണിക്കുന്നത്? കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയതായ നമ്മുടെ കർത്താവിനെ കാണിക്കുമ്പോ കതിരമരം എന്ന് പറയുന്നത് കർത്താവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. ആ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ, ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ കൂടെ കടന്നുപോയിട്ടും ഈ യാഗപീഠത്തിൽ ഉന്നത ഊഷ്മാവിൽ ഇതിനകത്തുള്ളതായ യാഗവസ്തുവും അതിന്റെ വിറകും എരിഞ്ഞിട്ടും യാഗപീഠത്തിന് യാതൊരു കേടും വരാതിരുന്നത് പോലെ ആ കഷ്ടതയിൽ കൂടെ കടന്നുപോയതായ മനുഷ്യനായ യേശു ക്രിസ്തു ദ്രവത്വം കണ്ടില്ല. അവന് ദ്രവത്വമില്ലാതെ അവൻ ഉയർത്തെഴുന്നേറ്റു. കഷ്ടതയിൽ കൂടി കടന്നുപോയെങ്കിലും അവൻ എന്ത് ചെയ്തില്ല? പ്രൈസ് ദി ലോർഡ്. അതിൽ നശിച്ചു പോകുവാൻ, ഒടുങ്ങിപ്പോകുവാൻ ഇടയായില്ല. കഷ്ടതയെ അതിജീവിച്ച് നമുക്ക് വേണ്ടി ഇപ്പോഴും പിതാവിന്റെ സന്നിധാനത്തിൽ മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ മധ്യസ്ഥനായി നിൽക്കുകയാണ്. അപ്പോ താമ്രം കൊണ്ട് പൊതിഞ്ഞതായ ഈ യാഗപീഠത്തിന്റെ പ്രത്യേകത, അതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ആ കതിരമരം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. താമ്രം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് താമ്രയാഗപീഠം എന്ന് പേര് വരാൻ കാരണം. 2 പേരാണ് യാഗപീഠത്തിന്. ഒന്ന്, അതിന്റെ പേര് താമ്രയാഗപീഠം എന്നാണ്. മറ്റൊന്ന് ഹോമയാഗപീഠം എന്നാണ്. താമ്രയാഗപീഠം എന്ന് പേര് വരാൻ കാരണം പെട്ടകത്തെ താമ്രം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഈ കതിരമരം ക്രിസ്തുവിന്റെ കേടില്ലാത്തതായ മനുഷ്യത്വത്തെ കുറിക്കുന്നു. താമ്രം എന്നതായ ലോകസങ്കരം, കർത്താവ് കടന്നുപോയതായ ആ കഷ്ടതയുടെ അതികഠിനതയെ സൂചിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് താമ്രത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ താമ്രത്തെ കുറിച്ച് എപ്പോഴും അത് ദോഷകരമായിട്ടുള്ളതായ കാര്യങ്ങളാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് ഈ താമ്രത്തെ കാണുവാനായിട്ട് കഴിയും. ഇത് മനുഷ്യനായ ക്രിസ്തുവിന്മേൽ ദൈവ കോപാഗ്നി വർഷിച്ചിട്ടും ക്രിസ്തു ദ്രവത്വം കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. താമ്ര സർപ്പം ഇതിന് ഒരു ദൃഷ്ടാന്തമാണ്. ഇനിയും തലയ്ക്ക് ഈ താമ്രത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ
ഈ താമ്രം കൊണ്ടുള്ളതായ വിഷയത്തെ കുറിച്ച് 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു, അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. താമ്രം കൊണ്ടെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ നശീകരണ വസ്തുവായിട്ടാണ് അവിടെ താമ്രത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശിംശോനെ എന്ത് ചെയ്തു? ബന്ധിക്കുവാനിടയായി. ശിംശോനെ ബന്ധിച്ചത് ഈ ബ്രാസ് കൊണ്ടുള്ളതായ ചങ്ങലയാണ്, അല്ലെങ്കിൽ ചെമ്പ് കൊണ്ടുള്ളതായ ചങ്ങല എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് ബ്രോൺസ് ആണ്, അല്ലെങ്കിൽ താമ്രം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത്. താമ്രം കൊണ്ടുള്ളതായ ചങ്ങലയാണ് ശിംശോനെ ബന്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അഭിഷിക്തനെ ബന്ധിക്കുവാൻ ഉപയോഗിച്ചതായ ചങ്ങല. ഇനിയും 1-2 ഉദാഹരണം. ശൗലിന്റെ ആയുധവർഗം ഉണ്ടാക്കിയിരുന്നത് താമ്രം കൊണ്ടാണ്. ശൗല് ദാവീദിന് കൊടുത്തപ്പോ ദാവീദ് അത് തിരസ്കരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഗോലിയാത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോലിയാത്തിന്റെ ആയുധവർഗത്തിൽ കൂടുതലും താമ്രം കൊണ്ടാണ്. അപ്പോ ഈ താമ്രം വേദപുസ്തകത്തിൽ അത് നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതുമൂലം കഷ്ടതയാണ് ഉണ്ടാകുന്നത്, അതുമൂലം യുദ്ധമാണ് ഉണ്ടാകുന്നത്, അതുമൂലം മറ്റുള്ളവർക്ക് വേദനയാണ് ഉണ്ടാകുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരം താൻ വേദന ഏറ്റെടുത്ത് കഷ്ടത ഏറ്റെടുത്ത് മറുവശം കടന്നത് കൊണ്ടാണ് നാം മരണത്തിൽ നിന്ന് ജയാളികളായി മാറുവാനിടയായിട്ട് തീർന്നത്. അപ്പോ താമ്രത്താൽ പൊതിയപ്പെട്ടതായ ഈ കതിരമരത്തിന്റെ പലക അല്ലെങ്കിൽ യാഗപീഠം നമ്മോട് പറയുന്നത് നമ്മുടെ മധ്യസ്ഥൻ എന്നതായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ച് താൻ തന്നെ ദൈവകോപത്തിയിൽ കൂടെ കടന്നുപോയി എന്നാണ് ഇത് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോ താമ്രയാഗപീഠത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇനി ഈ യാഗപീഠത്തിന്റെ അളവുകളെ കുറിച്ചാണ്. ഈ യാഗപീഠത്തിന്റെ അളവ് നോക്കിക്കേ, അത് സമചതുരമാണ്. വെളിയിൽ നിന്ന് നോക്കിയാൽ സമചതുരമാണ്. അതിന്റെ നീളം എന്ന് പറയുന്നത് 5 മുഴമാണ്, വീതി എന്ന് പറയുന്നതും 5 മുഴമാണ്. സമചതുരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതായ ഒരു ബോക്സ്, അതിന്റെ ഉയരം എന്ന് പറയുന്നത് 3 മുഴമാണ്. ഈ 5-നും 3-നും വളരെ വലിയ മീനിങ് ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ ഈ യാഗപീഠത്തിന്റെ ഉയരം 3 മുഴമാണെന്ന് പറഞ്ഞല്ലോ. ഈ 3 മുഴം ഉയരമുള്ളതായ യാഗപീഠത്തിന്റെ ഒത്ത നടുക്ക് ഏതാണ്ട് 1.5 മുഴം ഉയരത്തിൽ താമ്രം കൊണ്ടുള്ളതായ ഒരു വല വെച്ചിട്ടുണ്ട്. താമ്രം കൊണ്ടുള്ള ഒരു വല. ആ വല നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. ഇത് 1.5 പെട്ടിയുടെ അടിഭാഗത്ത് നിന്ന് 1.5 മുഴം ഹൈറ്റിലാണ് ഈ വല വെച്ചിരിക്കുന്നത്. സമാഗമന കൂടാരം അടിക്കുവാനായിട്ട് ഒരു സ്ഥലത്ത് ചെന്നാൽ താമ്രയാഗപീഠം വെക്കുവാനുള്ളതായ ഞാൻ പറഞ്ഞതുപോലെ ആ ചരിവ് പ്രതലമുണ്ടാക്കും, താമ്രയാഗപീഠം വെക്കും. താമ്രയാഗപീഠം വെച്ചാൽ താമ്രയാഗപീഠത്തിനകത്ത് ഈ കാണുന്ന ബോക്സിനുള്ളിൽ പകുതി മണ്ണ് കൊണ്ട് നിറയ്ക്കും. മണ്ണ് കൊണ്ട് നിറച്ചിട്ട് അതിന്റെ മുകളിൽ ഈ വല വെക്കും. ആ വലയുടെ ആ മണ്ണിന് മുകളിൽ വിറകെടുക്കും. ആ വിറകടുക്കിയിട്ട് ആ വിറകിന് മുകളിൽ ഈ വല വെക്കും. ഈ വലയ്ക്ക് മുകളിലാണ് യാഗവസ്തുവിനെ തോലുരിച്ച് കണ്ണമായി നുറുക്കി ആ വലയുടെ മുകളിലാണ് വെക്കുന്നത്. വലയുടെ മുകളിൽ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ആ ബോക്സിനകത്തുള്ളതായ മറ്റു മാലിന്യങ്ങൾ, അല്ലെങ്കിൽ കരിയാകട്ടെ അല്ലെങ്കിൽ മണ്ണാകട്ടെ അതിൽ പിടിക്കുകയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ
താമ്ര വലയുടെ ഈ ബ്രോൺസ് നെറ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ യാഗവസ്തു അതിന് തീ പിടിക്കുകയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ എന്താണ് വെക്കേഷനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് പിക്നിക്കിനൊക്കെ പോകുമ്പം എന്താണ് ബാർബേക്യൂ ഉണ്ടാക്കുമല്ലോ. ആ ബാർബേക്യൂ ഉണ്ടാക്കുമ്പോ അതിന് താഴെ വെക്കുന്ന ഒരു വലയുണ്ട്. അതിനൊരു വല വെക്കുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താഴെ എത്ര തീ കത്തിയാലും ആ ഫ്ലെയിം മുകളിലോട്ട് വരത്തില്ല. ആ ഫ്ലെയിം ഈ വലയിൽ തട്ടി അതിന് താഴെ തന്നെ നിൽക്കും. ആ നെറ്റിന്റെ മുകളിൽ ഇരിക്കുന്ന മാംസകഷ്ണം വേവുന്നത് എങ്ങനെയാണെന്നറിയാമോ? താഴെയുള്ളതായ വിറക് കത്തുമ്പോഴുള്ളതായ തീക്കനലിന്റെ ചൂട് കൊണ്ടാണ് ആ മാംസം വേകുന്നത്. തീ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് വെന്തുപോകും. ഇത് പെട്ടെന്ന് വേകുന്ന കാര്യമല്ല. ആ തീയുടെ ചൂടിൽ കിടന്ന് അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം മറിച്ചിട്ട് ഒരുപോലെ വേവത്തക്കതായ വിധത്തിൽ വേവിച്ചെടുക്കേണ്ടതിന് വേണ്ടിയാണ് ഈ താമ്ര ഈ നെറ്റ് ഉപയോഗിക്കുന്നത്. നെറ്റിന്റെ പുറത്തിരിക്കുന്നതായ യാഗവസ്തു എന്തിനെ കുറിക്കുന്നതാണെന്നറിയാമോ? ദൈവത്തിന്റെ ആ ദൈവകോപത്തിയിൽ സാവധാനത്തിൽ വെന്തിരിഞ്ഞതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ കുറിക്കുകയാണ്. തന്റെ കഷ്ടാനുഭവം ആരംഭിക്കും. നമുക്കറിയാം, ഗെത്സമനത്തോട്ടത്തിൽ വെച്ചാണ് ആ കഷ്ടാനുഭവ യാത്ര ആരംഭിക്കുന്നത്. ആ യാത്ര എങ്ങനെ ആരംഭിക്കുന്നു എങ്കിലും കഷ്ടതയുടെ ഏറ്റവും വലിയ പാരമ്യത്തിലെത്തുന്നത് തന്നെ ക്രൂശിക്കുമ്പോഴാണ്. ക്രൂശിൽ എപ്പോഴാണ് കർത്താവ് കയറുന്നത്? രാവിലെ 9 മണിക്കാണ് കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുന്നത്. കർത്താവ് എപ്പോഴാ മരിക്കുന്നത്? ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് കർത്താവ് തന്റെ പ്രാണനെ പിതാവിന്റെ കൈവശം, 3 മണി കഴിഞ്ഞിട്ടാണ് പിതാവിന്റെ കൈവശം തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഏതാണ്ട് 6 മണിക്കൂർ, രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 കഴിയുന്നത് വരെയുള്ളതായ അത്രയും സമയം കാൽവരിയിൽ ആ ക്രൂശിൽ താൻ തന്റെ ആ മരണവേദന താൻ അനുഭവിക്കുകയാണ്. ആ യാഗപീഠത്തിൽ മാംസം ആ തീക്കനലിൽ ഇട്ട് വേവുന്നത് പോലെ ദൈവകോപത്തിയിൽ കർത്താവ് വെന്തെരിയുന്ന കാഴ്ച നമുക്ക് ഗോൽഗൊഥ മലമുകളിൽ കാണുവാനായിട്ട് കഴിയും. ഇനി ഈ പെട്ടിക്ക് 5 മുഴം നീളവും 5 മുഴം വീതിയുമാണ് എന്ന് പറഞ്ഞു. എന്താ ഈ 5ന്റെ കണക്ക്? എന്തുകൊണ്ടത് 6 ആയില്ല? എന്തുകൊണ്ടത് 4 ആയില്ല എന്ന് ചോദിച്ചാൽ, 5ന്റെ പ്രത്യേകത, 5 എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ സംഖ്യ. വേദപുസ്തകത്തിന്റെ കണക്കിൽ 5 എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ സംഖ്യ. കാരണം ഇസ്രയേലിന്റെ ജനത്തിൽ എണ്ണപ്പെടുന്നതായ ആൾക്കാർക്ക് 20 വയസ്സിന് മുകളിലോട്ടുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്ത് ചെയ്യണം? വീണ്ടെടുപ്പിന്റെ വില ആലയത്തിന് കൊടുക്കണം. അത് വീണ്ടെടുപ്പിന്റെ വില എന്ന് പറയുന്നത് 5 ശെക്കേലാണ്. പ്രൈസ് ദി ലോർഡ്. അത് 5 എന്ന് പറയുന്നത് വീണ്ടെടുപ്പിനെ കുറിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ യാഗപീഠത്തിന്റെ നീളം 5 എന്ന് പറയുമ്പോ, വീതി 5 എന്ന് പറയുമ്പോ ദൈവത്തിന്റെ കൃപയുടെ പൂർത്തീകരണമാണ് ഈ കാണുന്നതായ യാഗപീഠം. എന്താ ദൈവത്തിന്റെ കൃപയുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ? യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോ നമുക്ക് കാണുവാൻ കഴിയും, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനെ, യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നപ്പോ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. അപ്പോ ഈ കൃപയുടെ സംഖ്യയാണ് ഈ പെട്ടകം നമ്മളെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൃപയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് ഇത് 4 വശവും
5 മുഴം നീളവും 5 മുഴം വീതിയും വരുവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ്, അത് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്ന് വരുന്നവർക്കും കൃപയുടെ അളവ് തുല്യമാണ്. പടിഞ്ഞാറ് നിന്ന് വന്നാലും, കിഴക്ക് നിന്ന് വന്നാലും, തെക്ക് നിന്ന് വന്നാലും, വടക്ക് നിന്ന് വന്നാലും, ഈ 4 ദിക്കിൽ നിന്ന് വരുന്നവർക്കും ഒരേ അളവിലുള്ളതായ ബോക്സ് കാണുവാൻ, അല്ലെങ്കിൽ യാഗപീഠം കാണുവാൻ കഴിയും. ആ യാഗപീഠത്തിന്റെ കൃപയുടെ അളവെന്ന് പറയുന്നത് ഭൂമിയിലുള്ളതായ എല്ലാവർക്കും ഒരുപോലെയാണ്. നാം ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മെച്ചം കൊണ്ടല്ല, നമ്മുടെ അറിവിന്റെ പൂർത്തീകരണം കൊണ്ടല്ല. പിന്നെയോ ദൈവത്തിന്റെ കൃപ ഭൂമിയിൽ എല്ലാവരിലും ഒരുപോലെ വ്യാപരിക്കുന്നത് കൊണ്ടാണ് നാമും ഈ കൃപയുടെ അംശികളായി തീരുവാൻ ഇടയായി തീർന്നത് എന്ന് നാം മറന്നു പോകരുത്. നീ യാഗപീഠത്തിന്റെ സ്ഥാനം നമ്മൾ ചിന്തിച്ചു, യാഗപീഠ നിർമ്മാണം നമ്മൾ ചിന്തിച്ചു. യാഗപീഠം സമചതുരമാണെന്നും അതിന് 5 മുഴം വീതിയും 5 മുഴം നീളവും 5 മുഴം വീതിയും ഉയരം കൃപാസനത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടി അല്ലെങ്കിൽ 3 മുഴവുമാണ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൃപാസനം ഇരിക്കുന്നത് എവിടെയാണ്? 2.5 മുഴം നീളമുള്ള ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുകളിലാണ് കൃപാസനം ഇരിക്കുന്നത്. അപ്പൊ കൃപാസനത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 1.5 മുഴമാണ്. എന്നാൽ ആ യാഗപീഠത്തിന്റെ ഉയരം എന്ന് പറയുന്നത് കൃപാസനത്തിന്റെ ഇരട്ടിയ. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ 3 മുഴം ഉയരമുള്ളതായ ഈ യാഗപീഠത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം, ആ 1.5 മുഴം ഉയരമുള്ളതായ മുകൾ ഭാഗമാണ് വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യാഗവസ്തു ദൈവസന്നിധാനത്തിൽ ഹോമിക്കപ്പെടുന്നത്. താഴെ വിറക് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ദൈവത്തിന്റെ കൃപ നാം അനുഭവിക്കുന്നത് പ്രൈസ് ദി ലോർഡ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ വെന്ത് എരിയുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് 8 കാര്യങ്ങളാണ് യാഗപീഠത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. വേഗത്തിൽ പറഞ്ഞു പോകാം. 3-ാമത്തെ വിഷയം, യാഗപീഠത്തിന്റെ 4 കോർണറിലും ഓരോ കൊമ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ അറിയാം. യാഗപീഠത്തിന്റെ കോർണർ നോക്കിക്കഴിഞ്ഞാൽ ആ യാഗപീഠത്തിന്റെ 4 കോണുകളിലും 4 ഹോൺസ് ഉണ്ട്. ഹോൺ എന്ന് പറയുമ്പോൾ കൊമ്പാണ്. ഈ 4 കൊമ്പുകൾ, ഈ 4 കൊമ്പുകൾ അത് വളരെ അർത്ഥവത്തായ വിഷയങ്ങളാണ്. ഈ കൊമ്പുകൾ നമ്മളെ ഓർപ്പിക്കുന്നത്. കൊമ്പെന്ന് പറഞ്ഞാൽ അധികാരത്തെ കുറിക്കുന്നതാണ്. കൊമ്പെന്ന് പറഞ്ഞാൽ ശക്തിയെ കുറിക്കുന്നതാണ്. ആവർത്തന പുസ്തകം, സങ്കീർത്തനം, അതുപോലെ അനേക റെഫറൻസുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊമ്പ് അധികാരത്തെ കുറിക്കുന്നതാണ് എന്ന്. ക്രിസ്തുവിന്റെ അധികാരത്തെ കുറിക്കുന്നതാണ് ഈ കൊമ്പുകൾ. അത് 4 ദിക്കിലും ഒരുപോലെയാണ്. ഭൂമിയിൽ ദൈവത്തിന്റെ അധികാരം ഒരുപോലെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ അധികാരം സ്ഥാപിക്കപ്പെടുവാനായിട്ട് പോകുകയാണ്. അത് ആ അധികാരത്തെ കുറിക്കുന്നതാണ്. ഈ കൊമ്പുകളുടെ ഉപയോഗം വളരെ പ്രധാനമാണ്. എന്തിനാണ് ഈ കൊമ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കൊമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിക്കുവാനായിട്ട് കഴിയും. യാഗപശുവിനെ യാഗപീഠത്തിന്റെ കൊമ്പുകളോട് ചേർത്ത് കെട്ടി. 118-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്. യാഗപശുവിനെ യാഗപീഠത്തിന്റെ കൊമ്പുകളോട് ചേർത്ത് കെട്ടണം. അപ്പോ യാഗത്തിന് കൊണ്ടുവരുന്നതായ ആ യാഗമൃഗത്തെ ഈ യാഗപീഠത്തിന്റെ കൊമ്പുകളോട് ചേർത്ത് കെട്ടുകയാണ്. എന്താ അതിന്റെ അർത്ഥം? യാഗപീഠത്തിന്റെ അടുക്കൽ വരുന്നതായ യാഗപീഠം കൊമ്പുകളോട് ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുവാൻ പറ്റുകയില്ല. അത് യാഗപീഠത്തോട് ചേർന്ന് നിൽക്കണം. ക്രിസ്തുവാകുന്നതായ യാഗപീഠത്തോട് ഒരുവൻ അടുത്തു വന്നാൽ പിന്നെ
ക്രിസ്തുവിനെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു പ്രക്രിയയില്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന യാഗപീഠമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണമെന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ കൊമ്പുകൾ 4 ഭാഗത്തുള്ളതായ കൊമ്പുകൾ, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്ന് വെച്ചാൽ ലോകമെങ്ങുമുള്ളതായ സകലരുടെയും പാപങ്ങളെ മോചിക്കുവാൻ അധികാരവും ശക്തിയുമുള്ളതാണ് ഈ കൊമ്പ് എന്ന് സൂചിപ്പിക്കുകയാണ്. കിഴക്കുള്ളവർക്കും പടിഞ്ഞാറുള്ളവർക്കും തെക്കുള്ളവർക്കും വടക്കുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ പാപത്തെ മോചിപ്പിക്കുവാൻ ശക്തിയും അധികാരവും തനിക്കുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ കൊമ്പുകൾ. അത് യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്കതിന്റെ നൊട്ടേഷൻ കാണുവാനായിട്ട് കഴിയും. വീണ്ടും നമുക്ക് യാഗപീഠത്തിന്റെ കൊമ്പുകളുടെ പ്രത്യേകത, കൊമ്പുകളുടെ ഉപയോഗം. യാഗപശുവിനെ യാഗപീഠത്തോട് ചേർത്ത് കെട്ടണം. കൊമ്പിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന യാതൊരു ബലിവസ്തുവും യാഗവേദിയോ ഈ യാഗപീഠത്തിൽ നിന്ന് പിരിഞ്ഞു പോകുവാനായിട്ട് കഴിയത്തില്ല. അടുത്ത വിഷയം, യാഗപീഠത്തിന്റെ അടുക്കലേക്ക് ഒരു മൃഗത്തെ കൊണ്ടുവന്നു. ആ യാഗമൃഗത്തെ കൊണ്ടുവന്നാൽ അത് ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ യാഗമൃഗം അതുവരെ തന്നോടുകൂടെ ഉണ്ടായിരുന്ന, ആ തൊഴുത്തിലുണ്ടായിരുന്ന, തന്നോടുകൂടെ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളിൽ നിന്നും വേർപെട്ടാണ് നിൽക്കുന്നത്. പിന്നെ യാഗപീഠത്തോട് ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തള്ളപ്പശുവാണെങ്കിൽ അതിന്റെ കുട്ടിയോട് ചേർന്നോ, അല്ലെങ്കിൽ അതിന്റെ ഇണയോട് ചേർന്നോ, അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ളതായ മറ്റു മൃഗങ്ങളോട് ചേർന്നോ പോകുവാൻ അതിന് കഴിയുകയില്ല. അത് മറ്റെല്ലാറ്റിൽ നിന്നും ഒരു വേർപാട് സൂചിപ്പിക്കുകയാണ്. കർത്താവിനോട് ചേർന്നാൽ, യേശു ക്രിസ്തു എന്ന യാഗപീഠത്തോട് ചേർന്നാൽ പരിപൂർണമായ വേർപാട് അനുഷ്ഠിക്കണം എന്നുള്ളതാണ് നമ്മെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ യാഗപീഠം പ്രാകാരവാതിൽ കഴിഞ്ഞ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് ഒരുവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ മനസ്സിലാക്കേണ്ടത് യാഗപീഠത്തിന്റെ വ്യവസ്ഥകൾ അവൻ മനസ്സിലാക്കുക. 3 കാര്യങ്ങളാണ് യാഗപീഠത്തിന്റെ അടുക്കൽ വരുന്നതായ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യങ്ങൾ. ഒന്ന്, ഈ യാഗവസ്തുവിനെ കൊണ്ടുവരുവാൻ കാരണം എൻ്റെ ജീവിതത്തിന്റെ ബലഹീനതയാണ്, എൻ്റെ ജീവിതത്തിന്റെ കുറവാണ്, എൻ്റെ ജീവിതത്തിന്റെ എനിക്ക് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യാഗവസ്തുവിനെ കൊണ്ടുവരേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് വരുന്നവൻ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം ഞാനൊരു പാപിയാണ് എന്നുള്ളതായ വാസ്തവമാണ്. 2, അവൻ യാഗവസ്തുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്റെ കൈ ഈ യാഗമൃഗത്തിന്റെ തലയിൽ വെക്കും. അതിന്റെ അർത്ഥം താൻ ചെയ്തതായ സകല കുറ്റങ്ങളും ഈ നിഷ്കളങ്ക അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്യാത്ത മൃഗത്തിന്റെ മേൽ ഞാൻ വെക്കുകയാണ്. പാപം ഏറ്റുപറഞ്ഞ് അത് മൃഗത്തിന്റെ മേൽ അവൻ വെക്കുന്നതാണ്. അഥവാ പാപം ഏറ്റുപറയുന്നതായ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഇതാണ് 2ാമത് മനസ്സിലാക്കേണ്ടത്. 3ാമത്, ആ പാപം വഹിക്കുന്നതായ ആ മൃഗം അവിടെ കൊല്ലപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ആ മൃഗത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ടതായ ഈ യാഗാർത്ഥിയുടെ കുറ്റങ്ങളൊന്നും പിന്നെ എന്തില്ല, പിന്നെ വീണ്ടും ചോദിക്കുകയില്ല. അവന്റെ പാപം എന്നേക്കുമായി അവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. 1, അവൻ പാപിയാണെന്ന് അറിയണം. 2, അവന്റെ പാപത്തെ ഏറ്റുപറയണം. 3, പാപത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കണം. ഇതാണ് ആ യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് വരുന്നവൻ ചെയ്യേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചതായ ആ യാഗം എനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുവൻ ചെയ്യേണ്ടതും ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമത് അവൻ പാപിയാണെന്ന് ഓർക്കണം. 2ാമത് പാപത്തെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടണം. 3ാമത് ആ പാപത്തിലേക്ക്
അവൻ മടങ്ങിപ്പോകുവാനായിട്ട് പാടില്ല. ഇനിയും അഞ്ചാമത്തെ വിഷയം യാഗപീഠം ഉപയോഗിക്കുന്ന വിധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, യാഗപീഠത്തിലേക്ക് കയറുന്നതിന് എന്ത് പാടില്ല? സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പടികൾ പാടില്ല. അത് ശകലം ചരിച്ച് ഉയർത്തിക്കെട്ടിയിരിക്കുന്നതായ സ്ഥലത്താണ് ഈ യാഗപീഠം വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ യാഗപീഠം എന്തിനെ കുറിക്കുന്നതാണ്? സമനിരപ്പിൽ നിന്ന് അല്പം ഉയർന്ന കുന്നാണ് ഗോൽഗോഥ എന്ന് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ സമനിരപ്പിൽ നിന്ന് ഉയർന്ന ആ ഗോൽഗോഥായുടെ നിഴലാണ് യാഗപീഠം. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ്, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു എവിടെ മരിക്കണമെന്നും ആ സ്ഥലം എങ്ങനെയുള്ളതായിരിക്കണമെന്നും വ്യക്തമാകത്തക്ക രീതിയിലാണ് യാഗപീഠത്തിന്റെ സ്ഥാനം പോലും നിർവഹിച്ചിരിക്കുന്നത്. യാഗപീഠം ഉപയോഗിക്കേണ്ടതായ വിധം അതാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, യാഗപീഠം ആ സമാഗമന കൂടാരം അടിക്കുന്നിടത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ യാഗപീഠത്തിന്റെ അകത്തെന്ത് ചെയ്യും? മണ്ണ് നിറയ്ക്കും. ആ മണ്ണിന് മുകളിൽ വിറകെടുക്കും. ആ വിറകിന് തീ കൊടുക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ താമ്രം കൊണ്ടുള്ളതായ നെറ്റ് വെക്കും. താമ്രം കൊണ്ടുള്ള നെറ്റ് വെച്ചിട്ട് അതിന്റെ പുറത്ത് യാഗവസ്തുവിനെ കണ്ണം കണ്ടമായി മുറിച്ച് അതിന്റെ പുറത്ത് എങ്ങനെയും വാരി വെക്കുകയല്ല, അടുക്കടുക്കായിട്ട് വെക്കണം. വിറക് അടുക്കി വെക്കണം. അറുക്കപ്പെടുന്നതായ മൃഗത്തിന്റെ ആ കഷണങ്ങൾ ഓരോന്നും അടുക്കായി വെക്കണം. എന്ന് പറഞ്ഞാൽ ദൈവിക ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമപ്രകാരം മാത്രമേ നമുക്ക് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. രക്ഷയ്ക്കൊരു ക്രമമുണ്ട്. കർത്താവിന്റെ സൃഷ്ടിക്കൊരു ക്രമമുണ്ട്. അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പ് താൻ വെളിപ്പെടുത്തിയൊരു ക്രമമുണ്ട്. അബ്രഹാമിന്റെ സന്തതിയെ ചിതറിക്കിടന്നതായ മിസ്രൈമിൽ ചിതറിപ്പാർത്തതായ ഇസ്രായേലിനെ ഒന്നിച്ചു ചേർത്ത് ഒരു രാഷ്ട്രമായി കൊണ്ടുവരുന്നതിന് ഒരു ക്രമീകരിക്കപ്പെട്ടതായ നിയമശൃംഖലയാണ് കൊടുത്തത്. പുതിയ നിയമസഭയ്ക്കും നിയമമുണ്ട്. ദൈവത്തിന്റെ ചട്ടപ്രകാരം മാത്രമേ പോകുവാനുള്ളതായ പ്രമാണമുള്ളൂ. ചട്ടം തെറ്റിച്ച് പോകുവാൻ പ്രമാണമില്ല. അത് യാഗപീഠത്തിന്റെ പ്രത്യേകതയാണ്. ഇനി ഈ യാഗപീഠത്തിൽ 2 ആട്ടിൻകുട്ടികളെ ഒരു ദിവസേന അർപ്പിക്കണമെന്നാണ് നിയമം. ഒന്ന് പ്രഭാതത്തിലും 2 സന്ധ്യയ്ക്കും. പ്രഭാതത്തിൽ ഒരാട്ടിൻകുട്ടിയെയും സന്ധ്യായാഗത്തിന് ഒരാട്ടിൻകുട്ടിയെയും അർക്കത്തക്ക വിധത്തിലാണ് യാഗങ്ങളുടെ ക്രമീകരണം വെച്ചിരിക്കുന്നത്. അപ്പോ ഇത് കാൽവറി ക്രൂസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം വായിക്കുന്ന ഒരാളിന് കർത്താവിനെ ക്രൂശിച്ചത് പ്രഭാതത്തിൽ 3-ാം മണി നേരത്താണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ 3-ാം മണി നേരം ഏതാണ്? രാവിലെ 9 മണിക്കാണ്. കർത്താവ് തന്റെ പ്രാണനെ വിട്ടുകൊടുത്തത് എത്ര മണിക്കാണ്? സന്ധ്യായാഗത്തിന്റെ സമയത്താണ്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. ആ പകലിന്റെ 4-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ്. അപ്പോ ആ കർത്താവിന്റെ വേദന ആരംഭിക്കുന്നത് 1-ാമത്തെ ആട്ടിൻകുട്ടിയെ അർപ്പിക്കേണ്ടതായ സമയത്തും കർത്താവിന്റെ ക്രൂശീകരണം പൂർത്തീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ യാഗം പൂർത്തീകരിക്കപ്പെടുന്നത് സന്ധ്യായാഗത്തിന്റെ സമയത്തുമാണ്. കർത്താവിന്റെ യാഗം പൂർണ്ണമായിരുന്നു. 9 മണിക്ക് ഒന്നും ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ഇങ്ങനെയായിരുന്നു. ആ വ്യവസ്ഥ കർത്താവിന്റെ ക്രൂശീകരണത്തിലും തെറ്റിക്കുവാനിടയായിട്ടില്ല. നമ്മുടെ കർത്താവ് 9 മണിക്ക് ക്രൂശിക്കപ്പെട്ട് വൈകിട്ട് 3 മണിക്ക് സന്ധ്യാബലിയുടെ സമയത്ത് തന്റെ യാഗം അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി 6-ാമത്തെ വിഷയം, യാഗപീഠം അതിവിശുദ്ധമാണ്. അതിവിശുദ്ധം എന്ന് ദൈവത്തിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ
പരിശുദ്ധം അല്ലെങ്കിൽ അതിവിശുദ്ധം എന്ന് ദൈവത്തിന് കൊടുക്കുന്നതായ ഒരു വിശേഷണം കൂടിയാണ്. സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ നോക്കിയാൽ സമാഗമന കൂടാരത്തിന്റെ വസ്തുക്കൾ മിക്കതും വിശുദ്ധമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോ അത് അതിവിശുദ്ധമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ യാഗപീഠത്തിന്റെ അതിവിശുദ്ധി കണ്ടതായ ഒരു മനുഷ്യനെ നമുക്ക് യെശയ്യാ പ്രവചനത്തിൽ വായിപ്പാനായിട്ട് കഴിയും. അത് മറ്റാരുമല്ല, യെശയ്യാ പ്രവാചകനാണ്. പ്രവാചകൻ പ്രത്യേകിച്ച് അഞ്ചാമത്തെ അധ്യായത്തിൽ തനിക്ക് ചുറ്റുമുള്ളതായ ആളുകളുടെ കുറവുകളും ലംഘനങ്ങളും ഒക്കെ കണ്ട് അത് വിവരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ പരിശുദ്ധൻ 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 എന്ന ആ ആർപ്പോടുകൂടെ കണ്ടത് യാഗപീഠത്തെയാണ്. ആ യാഗപീഠത്തിൽ നിന്ന് ഒരു കുടിലെടുത്താണ് യെശയ്യാവിന്റെ അധരത്തിൽ തൊട്ടത്. ആ യാഗപീഠം, യെശയ്യാവ് കണ്ടതായ യാഗപീഠം നത്തിങ് ബട്ട് ജീസസ് ക്രൈസ്റ്റ്, അത് യേശു ക്രിസ്തു തന്നെയാണ് കണ്ടതായ ആ യാഗപീഠം. ആ യാഗപീഠം ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണ്, അത് അതിവിശുദ്ധമാണ്. ഈ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടും. സാധാരണ രീതിയിൽ ഒരു അശുദ്ധൻ വൃത്തിയുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആരും അവനവിടെ കയറ്റുകയില്ല. കാരണം ഒരു അശുദ്ധൻ വന്നാൽ വിശുദ്ധിയുള്ളതായ സ്ഥലം അശുദ്ധമാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസന്നിധി എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. അവിടെ എത്ര അശുദ്ധൻ വന്നാലും ദൈവസന്നിധി അശുദ്ധമാകുകയില്ല. പകരം വിശുദ്ധൻ എന്ത് ചെയ്യപ്പെടും? അശുദ്ധൻ എന്ത് ചെയ്യപ്പെടും? വിശുദ്ധനാക്കപ്പെടും. ഇതാണ് ദൈവത്തിന്റെ സന്നിധിയുടെ പ്രത്യേകത. യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് വരുന്നവൻ അവൻ യാഗപീഠത്താൽ അശുദ്ധനാകുകയല്ല, പിന്നെയോ അവന്റെ അശുദ്ധി മാറി അത് വിശുദ്ധീകരിക്കപ്പെടുകയാണ്. യാഗപീഠം അതിവിശുദ്ധമാണ്. 7-ാമത്തെ വിഷയം, യാഗപീഠം ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. രണ്ടാമതൊരു യാഗപീഠമില്ല. ആ ഒരിടത്ത് ഉപയോഗിക്കുന്ന യാഗപീഠം തന്നെയാണ് അടുത്ത പ്രാവശ്യം പാളയമടിക്കുമ്പോഴും ഉപയോഗിക്കേണ്ടത്. യാഗപീഠത്തിന് മാറ്റമില്ല. ഈ യാഗപീഠം എവിടെയൊക്കെ മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കലഹമുണ്ടായിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോർദാന് കിഴക്ക് രൂബേൻ ഗോത്രവും മനശ്ശെ ഗോത്രവും ഗാദ് ഗോത്രവും അവര് യെരുശലേം കനാൻ നാട്ടിലേക്ക് പോകുവാൻ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ അവർ കനാൻ നാട്ടിലേക്ക് പോകണ്ടാത്തത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു യാഗപീഠം യോർദാന് കിഴക്ക് അവര് ഉണ്ടാക്കുവാനിടയായി. ആ യാഗപീഠം ഉണ്ടാക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മറ്റ്9 ഗോത്രം ഈ 2 ഗോത്രത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ഹോശേയ പ്രവചനത്തിലേക്ക് വരുമ്പോ എബ്രാഹിമിന്റെ തെറ്റെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ യാഗപീഠങ്ങൾ പലതുണ്ടാക്കി എന്നുള്ളതാണ് അവനെ കുറിച്ച് പറയുന്നതായ ആ തെറ്റെന്ന് പറയുന്നത്. ഇങ്ങനെ യാഗപീഠത്തെ സംബന്ധിച്ച് അത് ഒരേ ഒരു യാഗപീഠം മാത്രം, രക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ ഒരു കർമ്മത്തിനും മറ്റൊന്നിനും കഴിയുകയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. സമയം കഴിഞ്ഞത് കൊണ്ട് 8-ാമത്തെ കാര്യം ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം. യാഗപീഠത്തിന്റെ ഉപകരണങ്ങളുണ്ട്. 5 വിധ ഉപകരണങ്ങളാണ് യാഗപീഠത്തോട് ചേർന്ന് ഉണ്ടാക്കുന്നത്. ഈ യാഗപീഠത്തിന്റെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നും അത് പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് യാഗപീഠം. അതുകൊണ്ടാണ് ഞാൻ വിശദമായി നിൽക്കുവാൻ കാരണം. കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇടുകയോ വിളിക്കുകയോ ചെയ്യാം. ദൈവമായ കർത്താവ് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ.